മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് ആദ്യകാലത്ത് കൈപിടിച്ചുയർത്തിയത് ലളിത, പത്മിനി, രാഗിണിമാരായിരുന്നു. പത്മിനി രാജ് കപൂറിൻ്റെ ചിത്രങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. ലളിതയും രാഗിണിയുമൊക്കെ നർത്തക വേഷം ചെയ്ത് സിനിമയിൽ എത്തിയവരാണ്. ലളിതയും പത്മിനിയും രാഗിണിയും ഒക്കെ. ലളിത, പത്മിനി രാഗിണിമാരിൽ ഏറ്റവും ഇളയവളായിരുന്നു രാഗിണി. രാഗിണി ഒരു ദുരന്ത നായികയായിരുന്നു. 1976 ഡിസംബർ 30 അവർ മരണമടഞ്ഞു. ക്യാൻസർ ബാധയോട് പൊരുതി തോറ്റ് മരണമടഞ്ഞു. വല്ലാത്തൊരു ദുരന്തമായിരുന്നു രാഗിണിയുടേത്. രാഗിണി ആദ്യമായി അഭിനയിക്കുന്നത് തൂക്ക് തൂക്കി എന്ന തമിഴ് ചിത്രത്തിൽ, പിന്നീട് കൈദി എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ചു. അതിനുശേഷം പായൽ, മിസ്റ്റർ എക്സ്, സിതാംഘർ തുടങ്ങിയ ഹിന്ദി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ രാഗിണി ചെയ്തു. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, തമിഴ്നാട്ടിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ വീരപാണ്ഡ്യ കട്ടബൊമ്മനിലും രാഗിണി അഭിനയിച്ചു. ശിവാജി ഗണേശനായിരുന്നു ഈ ചിത്രത്തിൽ നായകൻ. നായര് പിടിച്ച പുലിവാല് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ രാഗിണി സജീവമായി മാറുന്നത്. അതിനുശേഷം രാഗിണിയെ തേടി ഒരുപാട് വേഷങ്ങൾ എത്തി. ഉണ്ണിയാർച്ച, പുതിയ ആകാശം പുതിയ ഭൂമി, ഭാര്യ, മണവാട്ടി, തുറക്കാത്ത വാതിൽ, ഒതേനൻ്റെ മകൻ, അരനാഴിക നേരം, പഞ്ചവൻ കാട്, ലങ്കാദഹനം തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെല്ലാം വമ്പൻ ഹിറ്റുകളായതോടെ രാഗിണി എന്നത് ലക്കി താരമായി, ഭാഗ്യ നായികയായി മാറി. പക്ഷേ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ അഭിനയം മതിയാക്കി ദാമ്പത്യ ജീവിതത്തിലേക്ക് രാഗിണി പ്രവേശിച്ചു. രാഗിണിയും ഭർത്താവും തമ്മിലുള്ള ബന്ധം രാഗിണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിരുന്നു എന്നാണ് അക്കാലത്തെ പത്രപ്രവർത്തകർ എഴുതിയത്. രാഗിണിയുടെ ഭർത്താവ് രാഗിണിയെ ഉപദ്രവിക്കുമായിരുന്നു എന്നും മറ്റുമൊക്കെ അന്നത്തെ പത്രപ്രവർത്തകർ എഴുതിയത് ഗോസിപ്പുകളാണോ സത്യമാണോ എന്നറിയില്ല. എന്തായാലും രാഗിണിയുടെ മരണം വളരെ ദുരന്തമായിരുന്നു. യൗവനത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ക്യാൻസർ ബാധിച്ച് അവർ മരണമടഞ്ഞു. തിരുവിതാംകൂർ സിസ്റ്റേഴ്സിൽ ഏറ്റവും സുന്ദരിയും രാഗിണിയായിരുന്നു. രാഗിണിക്ക് ശേഷമാണ് പത്മിനി ബോളിവുഡിലെത്തി രാജ് കപൂറിൻ്റെ പ്രിയനടിയായി മാറുന്നത്. രാഗിണിയും പത്മിനിയും മത്സരിച്ചായിരുന്നു അക്കാലത്ത് അഭിനയിച്ചിരുന്നത്. തിരുവിതാംകൂർ സഹോദരിമാരെന്നാൽ മലയാള സിനിമയുടെ തിലകക്കുറികളായിരുന്നു അക്കാലത്ത്. രാഗിണിയെ ഇന്നെല്ലാവരും മറക്കുന്നു. അങ്ങനെയാണ്, മരിച്ചു കഴിഞ്ഞാൽ മറക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പരിണാമമാണ്. പക്ഷേ രാഗിണിയെപ്പോലെ സുന്ദരിയായ നടിമാർ മലയാളത്തിൽ കുറവാണ്. ഈ സ്റ്റോറിക്കൊപ്പം രാഗിണിയുടെ ഫോട്ടോകൾ ഞങ്ങൾ ഇടുന്നുണ്ട്. അത് കണ്ട് പ്രേക്ഷകർ തന്നെ, പഴയ പ്രേക്ഷകർക്ക് രാഗിണിയെ അറിയാം, പുതിയ പ്രേക്ഷകർ വിലയിരുത്തുക, ഇത്രയും സുന്ദരിയായ ഒരു നടി മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. സൗന്ദര്യത്തെക്കാളുപരി നന്നായി അഭിനയിക്കാനും അവർക്ക് കഴിയുമായിരുന്നു. അരനാഴിക നേരം എന്ന ചിത്രത്തിൽ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയായി തകർപ്പൻ പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. തുറക്കാത്ത വാതിൽ അവരുടെ അഭിനയത്തിൻ്റെ ചാരുത വെളിവാക്കുന്ന മറ്റൊരു ചിത്രമാണ്. ലങ്കാദഹനത്തിൽ പ്രേം നസീറിൻ്റെ നായികയായിരുന്നു അവർ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലെല്ലാം അവർ സ്വന്തം സിഗ്നേച്ചർ ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം. രാഗിണിയുടെ ദുരന്തകഥ സിനിമ കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ ഹൃദയവ്യഥയോടെ ഞാൻ സമർപ്പിക്കുന്നു.